കടലമ്മ കരന്നല്ലേ പറ്റത്. ഇറങ്ങിക്കോട്ടെ. നോ. പിന്നെന്തിരിങ്ങോട്ടൊന്നേ കാണാൻ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കി തരാ. എന്നാ പിന്നെ പോയി ഉണ്ടാക്ക്. ഈ ബന്ധം നമുക്ക് ഇനി വേണ്ട, മുറിച്ചേക്ക. ചെമ്മില്ല മധു തീരെണ്ണയിരിക്കും. അമ്മനെ വേണ്ട. എന്തീപ്പ് ഇങ്ങനെ തോന്നാൻ? കടലിറക്കൂല, കുളിക്കാനും സമ്മതിക്കൂല. പേടിച്ചട്ടാടാ. സൈക്കിളും കൊണ്ട് ചുറ്റിയാലും സ്നേഹം കൊണ്ടല്ലേ. ഇങ്ങനെ സ്നേഹിക്കാണ്ടിരിക്കണേ നല്ലത്. ഓരോ അമ്മമാർക്കും മക്കളെ കുറിച്ച് ആദ്യാണ്. എന്തിനി രണ്ടിന്റെ കയ്യിലിരിപ്പ് മോശമുള്ള കുട്ടികളെ ഇങ്ങനെ നിയന്ത്രിക്കാമോ? തിരക്കള റോട്ടിലാ പെരുന്നാൾ സ്ഥലത്താ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ കൈ പിടിച്ചടക്കല്ലേ? ഞങ്ങക്ക് പിടിച്ചടക്കാൻ അറിഞ്ഞൂടെ? എത്രത്തോളം ഉറപ്പുണ്ടാവും? എവിടെ പോകാൻ അവന്മാര് തിരിച്ചു വരും. നിങ്ങളുടെ കൈ വിട്ടു, ഞങ്ങളുടെ വിടൂല. എന്താണാവോ പരിപാടി? നിനക്ക് 10, ഇവന് 13 അതിന് ബോർഡിങ്ങിലാക്കിയിട്ടുണ്ടാ? ഇല്ല. അവള് നിങ്ങളിട്ടുണ്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടാ? ഇല്ല. ഭക്ഷണം കടയെന്നാ മേടിക്കണത്? വീട്ടിലുണ്ടാക്കും. ഭാഗ്യം ചെയ്തവരാ നിങ്ങള്. അതെന്താ? ഇവിടെ ഓരോ അമ്മമാര് കുട്ടികളെ പുഴയിലെറിഞ്ഞു കൊല്ലണം, പിന്നെ അനാഥാലയത്തിൽ ഉപേക്ഷിക്കണം. അയ്യോ, മക്കളെയും ഭർത്താവിനെ ഉപേക്ഷിച്ച് എത്ര ഭാര്യമാരെ അന്യപുരുഷന്റെ ഒപ്പം ഒളിച്ചോടണെന്നറിയോ? എന്തൊക്കെ പറഞ്ഞാലും നിന്റെയൊക്കെ തെമ്മാടിത്തരം സഹിച്ച് കൂടെ നിൽക്കണല്ലേ? ഉപദേശിക്കാണെന്ന് തോന്നണ്. സോറി. അതെന്നോടല്ല പറയണ്ട, അവളോട്. ഞാൻ ആദ്യം പോവും. ഞാനും. അമ്മേ സോറി. സോറി ട്ടാ. ഓക്കെ. മക്കളെ, നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴെങ്കിലും അവൾ നിങ്ങൾക്കൊപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാൻ. എന്തെന്നാൽ ആ ഭാഗ്യം ലഭിക്കാത്ത ഒരുപാട് പേർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന് ഓർക്കുക.